വരാം. ഒരിക്കലും നമ്മുടെ പൂർവികർ ചെയ്തിട്ടില്ല, പക്ഷെ നമ്മൾ ചെയ്യുന്നു. നമ്മൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടി വന്നു എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി എളുപ്പം. ഒരിക്കലും ഹിന്ദു സമ്മേളനം നടത്തുകയോ ഹിന്ദു എന്ന് പറയുകയോ ഒരു മതത്തിൻ്റെയും സങ്കുചിതമായ അർത്ഥത്തിൽ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ പഠിച്ചിട്ടുള്ളവരല്ല നമ്മൾ. ലോക സമസ്ത സുഖിനോ ഭവന്തു, സമസ്ത ലോകങ്ങളിലുള്ളവർക്കും സുഖം വരട്ടെ. ഹൈന്ദവ സമസ്ത സുഖിനോ ഭവന്തു എന്നല്ല പറഞ്ഞത്, ഹിന്ദുക്കൾക്ക് സുഖം വരട്ടെ. അല്ല, ഹിന്ദുക്കൾക്ക് വേണ്ടി ഒരു സ്വർഗവും ആരും പണിത് വെച്ചിട്ടില്ല. മറ്റുള്ളവരെയൊക്കെ നരകത്തിൽ തള്ളിക്കൊണ്ട് ഹിന്ദുക്കളെ മാത്രം താമസിപ്പിക്കാൻ വേണ്ടി പഞ്ചനക്ഷത്ര സൗകര്യത്തോടുകൂടി ഈ പ്രപഞ്ചത്തിൽ എവിടെയും ഒരു സ്വർഗം ഒരു ഈശ്വരനും നമുക്ക് വേണ്ടി സൃഷ്ടിച്ചു തന്നിട്ടില്ല. ഹിന്ദുക്കൾക്ക് മാത്രമായി ഒരു സ്വസ്തിയോ ശാന്തിയോ സമാധാനമോ സുഖമോ ഒരു ഈശ്വരനും വാഗ്ദാനം ചെയ്തിട്ടില്ല. എൻ്റെ ഭക്തർക്ക് വേണ്ടി ഇന്നത് അതും പറഞ്ഞിട്ടില്ല. കാരണം അങ്ങനെയൊക്കെ പറഞ്ഞാൽ ദൈവം അല്ലാതായി വെറും ഒരു നേതാവായി. എൻ്റെ പാർട്ടിയിൽപ്പെട്ടവൻ കേസ് പെട്ടാൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകും. ഒരു രാഷ്ട്രീയക്കാരൻ അതാ പറയുക. എൻ്റെ പാർട്ടിയിൽപ്പെട്ടവൻ അവൻ ചെയ്തത് തെറ്റാണെങ്കിലും ശരി, അവനൊരു കേസിൽ പെട്ടാൽ അവന് വേണ്ടി ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകും. നേരെ മറിച്ച് എതിർ പാർട്ടിയിൽപ്പെട്ടവനാ പോകുന്നെങ്കിലോ അവധി ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതാണ്. കാരണം അവൻ എതിർ പാർട്ടിയിൽപ്പെട്ടവനാണ്. അവനെ ഗതി കെടുത്തി പറ്റുമെങ്കിൽ എൻ്റെ പാർട്ടിയെ കൊണ്ടുവരിക. അവൻ എൻ്റെ പാർട്ടി സ്വീകരിച്ചാൽ വേണമെങ്കിൽ ഞാൻ അവന് വേണ്ടി ആരോടെങ്കിലും പറയാം, അതല്ലെങ്കിൽ ഞാൻ അവന് വേണ്ടി എന്തെങ്കിലും. ഇത് രാഷ്ട്രീയക്കാരുടെ, കാരണം അവരൊക്കെ സങ്കുചിതമായ അർത്ഥതലത്തിൽ എൻ്റെ പാർട്ടി എൻ്റെ കാര്യം അങ്ങനെ നോക്കേണ്ടവരാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയ ഈശ്വരന്മാർ അത്തരം സങ്കുചിതത്വം ഉള്ളവരല്ല. എൻ്റെ ഭക്തർ, നിൻ്റെ ഭക്തർ, മറ്റുള്ളവരുടെ ഭക്തർ അല്ലേ, എൻ്റെ അടുത്തേക്ക് വരട്ടെ, എന്നെ തേടി, അപ്പം ആലോചിക്കാം അയാൾക്ക് വല്ലതും കൊടുക്കണമെന്നുള്ളത്. അങ്ങനെ ചിന്തിക്കുന്ന വെറും ഒരു മനുഷ്യൻ്റെ തലത്തിൽ അല്ലെങ്കിൽ വെറും ഒരു നേതാവിൻ്റെ തലത്തിൽ നിൽക്കുന്ന ഈശ്വരനെ നമ്മൾ നമ്മുടെ വൈദിക സാഹിത്യം എവിടെ തപ്പിയാലും കാണില്ല. അതുകൊണ്ട് തന്നെ ഇന്നലെകളിൽ എവിടെയും ഒരു ഹിന്ദു മത സമ്മേളനം നടന്നിരിക്കില്ല. നമ്മുടെ വേദം തൊട്ട് പുരാണങ്ങൾ വരെയുള്ള നീണ്ട നമ്മുടെ വൈദിക സാഹിത്യം പരിശോധിച്ചാൽ വേദങ്ങളാകാം, ഉപനിഷത്തുക്കളാകാം, ആരണ്യങ്ങളാകാം, ഇതിഹാസങ്ങളാകാം, ശാസ്ത്രമാകാം, സൂത്രമാകാം, സൂക്തമാകാം, പുരാണമാകാം, ഏതുമാകാം, ഒരെണ്ണത്തിൽ ഹിന്ദു എന്നൊരു വാക്ക് കാണില്ല. ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ സൂചിപ്പിക്കുന്ന ഒരു വാക്ക് കാണില്ല. കാരണം അത് ലോകത്തിന് മൊത്തം, മനുഷ്യരെ മുഴുവൻ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ, ജീവനുള്ളതിനെയും ജീവനില്ലാത്തതിനെയും ഒന്നായി കാണാൻ പഠിപ്പിച്ചു. ആ സനാതന ധർമ്മത്തിൻ്റെ അവകാശികളായ നമ്മൾ എങ്ങനെ ഹിന്ദു എന്ന് പറയും? അവിടെയും നമുക്കതിന് വിധിയുണ്ട്. എപ്പോൾ എന്ത് പ്രശ്നം വന്നാലും അതിനെ പരിഹരിക്കുവാൻ ധാർമ്മികമായി നമുക്ക് നമ്മുടേതായ രീതികൾ അവലംബിച്ചേ മതിയാകുള്ളൂ. കൃഷ്ണൻ യുദ്ധം ചെയ്യുന്നത്, ഭഗവാൻ യുദ്ധത്തിന് തേർതെളിക്കുന്നത് വിധിയാണ്. പക്ഷെ അവിടെ വേണ്ടി വന്നപ്പോൾ ഭഗവാൻ തേർതെളിക്കുന്നു. അർജുനനോട് ആയുധമെടുക്ക, നാമം ചെല്ല എന്നല്ല പറഞ്ഞത്, ആയുധമെടുക്ക്, ഞാൻ തെളിക്കുന്ന തേരിലിരുന്നു കൊണ്ട് ശത്രുസേനയ്ക്ക് മേലെ നീ ആയുധം പ്രയോഗിക്ക്. കാരണം അപ്പോൾ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടുന്ന രീതി അതാണ്. ഇപ്പോൾ ധർമ്മ സംസ്ഥാപനത്തിന്, സനാതന ധർമ്മത്തെ വീണ്ടെടുക്കാൻ, സനാതന ധർമ്മത്തെ അതിൻ്റെ വൈഭവ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ, സനാതന ധർമ്മം അഥവാ ഹിന്ദുത്വത്തെ ലോകത്തിൻ്റെ പ്രത്യയശാസ്ത്രമാക്കി മാറ്റാൻ, അല്ലെങ്കിൽ ലോകം തമ്മിലടിച്ച് നശിച്ചു പോകും. അതിന് നമ്മൾ ഒരുമിച്ചേ മതിയാകുള്ളൂ. നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ ചിന്തിച്ചേ മതിയാകുള്ളൂ. നമ്മുടെ ലക്ഷ്യം നമുക്ക് വേണ്ടിയുള്ളൊരു ലോകം ഉണ്ടാക്കുക എന്നുള്ളതല്ല. ലോക സമസ്ത സുഖിനോ ഭവന്തു, എല്ലാവർക്കും സുഖം വരണം. അത് ആരെ ആരാധിക്കുന്നവരായാലും കൊള്ളാം, ആരെ ആരാധിക്കാത്തവരായാലും കൊള്ളാം, എല്ലാവർക്കും സുഖം വരുന്ന നാളാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷെ അങ്ങനെ പ്രാർത്ഥിക്കാൻ നമുക്കേ കഴിയൂ എന്നതുകൊണ്ട് ഈ പ്രാർത്ഥിക്കുന്നവർ ബാക്കി വേണം. ഈ പ്രാർത്ഥിക്കുന്ന വ്യവസ്ഥിതി ഇവിടെ നിലനിന്നു പോകണം. ഈ പ്രാർത്ഥിക്കുന്നതിന് വിഘാതങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ ആ വിഘാതങ്ങളെ തട്ടി നീക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ യജ്ഞവേദിയുടെ സമർപ്പണത്തോടനുബന്ധിച്ച് തന്നെ ഒരു ഹിന്ദു സമ്മേളനം ഇവിടെ നടത്തിയിരിക്കുക. തീർച്ചയായും ഈ യജ്ഞവേദിയെയും ഇതിന് കാരണക്കാരനായ അല്ലെങ്കിൽ ഇതിന് സന്മനസ് കാണിച്ച മഹാനുഭാവനെയും ഒന്ന് പറയാതെ മുന്നോട്ട് പോകുന്നത് ശരിയാണ് എന്നെനിക്ക് തോന്നുന്നില്ല. 10 രൂപ കിട്ടിയാൽ 11 രൂപയും അവനവന് വേണ്ടി ചെലവഴിക്കാൻ തയ്യാറാകുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരത്തിൽ ഒരു ദൗത്യം ഏറ്റെടുക്കാൻ സന്മനസ് കാണിച്ച, ശരിക്കും ഭക്തനെന്നല്ല ഈശ്വര തുല്യമായ ഒരു കഴിവ്. കാരണം ഈശ്വരൻ്റെ പ്രത്യേകത എന്താ? എൻ്റെ എന്ന് ചിന്തിക്കുമ്പോൾ ഈശ്വരനല്ല,
പൊതുവായി ചിന്തിക്കാൻ കഴിയുന്നതാണ് ഈശ്വരഭാവം ഒരു വ്യക്തിയിൽ വരുന്നത്. എനിക്ക് എൻ്റെ കുട്ടികൾക്ക് എന്നുള്ള സ്വാർത്ഥഭാവത്തിൽ നിന്നപ്പുറമായി സമാജത്തിന് വേണ്ടി നാളെയും ഓർക്കപ്പെടുന്ന വിധത്തിൽ സമാജത്തിന് വേണ്ടി തൻ്റെ വരുമാനത്തിൻ്റെ ഒരു പങ്കിനെ ചെലവഴിക്കാൻ സന്മനസ് കാണിച്ച മാന്യ സഹോദരൻ ശരിക്കും നാടിന് മുഴുവൻ മാതൃകയാണ്. നമുക്കൊക്കെയും ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളെ കൊണ്ട് ലക്ഷങ്ങൾ ഇറക്കാൻ കഴിയുമായിരിക്കില്ല, ഇറക്കണ്ട. ഒരു നേരത്തെ അന്നം കഴിക്കുമ്പോൾ ഒരു ഉരുളയെങ്കിലും മറ്റൊരാൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ സാധിച്ചാൽ നമ്മളും ആ വഴിയെയാണ്. അതിന് നമുക്ക് പ്രേരണ നൽകുന്നതാകണം ഇത്തരത്തിലുള്ള സമർപ്പണങ്ങൾ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. നമ്മളെ കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി ചെയ്യാൻ. ഇത് പുകഴ്ത്തിപ്പോവുക എന്നുള്ളത് മാത്രമല്ല, നമുക്കും ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു ഉരുളയെങ്കിലും മാറ്റിവെക്കാനുള്ളൊരു സന്മനസ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഉദിപ്പിക്കുവാൻ ഈ ത്യാഗവും ഈ സമർപ്പണവും വഴിയാകട്ടെ എന്ന് ജഗദീശ്വരിയോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വീണ്ടും നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. നമ്മൾ എന്തുകൊണ്ട് ഹിന്ദുക്കൾ എന്ന് പറയേണ്ടി വന്നു? എന്തുകൊണ്ട് നമ്മൾ മത സമ്മേളനം ഈ ദേവീക്ഷേത്ര സന്നിധിയിൽ വിളിച്ചു കൂട്ടേണ്ടി വന്നു? ദേവി ഒരിക്കലും നേരത്തെ പറഞ്ഞ പോലെ ഹിന്ദുക്കൾക്ക് മാത്രം വേണ്ടി ഒരു അനുഗ്രഹവും ചൊരിയുന്നുണ്ടാവില്ല. എന്ന ദേവിയുടെ സന്നിധിയിൽ നമ്മൾ ഹിന്ദുക്കൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ കാര്യം പറയാൻ വേണ്ടി എല്ലാ സമുദായ സംഘടനകളും എല്ലാ ഹൈന്ദവ സംഘടനകളും എല്ലാ ക്ഷേത്ര ഭാരവാഹികളും ഭക്തജനങ്ങളും നമ്മൾ ഒരുമിച്ചിരിക്കുന്നു. അനുഭവങ്ങളുടെ തീച്ചൂളയിൽ നിന്നാണ് ഇനി രക്ഷപ്പെടണമെങ്കിൽ ഇത്തരത്തിലുള്ള ചില ശ്രമങ്ങളുണ്ടെങ്കിലേ നമ്മൾ രക്ഷപ്പെടൂ എന്ന ധാരണയിൽ നമ്മൾ എത്തി നിൽക്കുന്നത്. ഈ വർഷത്തിന് ഒരു പ്രത്യേകതയുണ്ട്. വിവേകാനന്ദ സ്വാമിയുടെ 150-ാം ജന്മജയന്തി ലോകം ആചരിക്കുന്ന വർഷമാണിത്. വിവേകാനന്ദ സ്വാമി സമാജത്തെ ശരിക്കും അർജുനനെ തട്ടി ഉണർത്തിയ ശ്രീകൃഷ്ണനെ പോലെ സമാജത്തെ തട്ടി ഉണർത്തിയ അഭിനവ പാർത്ഥസാരഥിയാണ് അദ്ദേഹം. സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത് കഠോപനിഷത്തിലെ വചനങ്ങളാണ് നമ്മളെ ഉണർത്താൻ ഉപയോഗിച്ചത്. ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവരാ നിബോധത. എഴുന്നേൽക്കൂ, ഉണരൂ, ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കൂ. ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവരാ നിബോധത. എഴുന്നേൽക്കൂ, ഉണരൂ, ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കൂ. ഇതെന്താ? നമ്മുടെ മഹർഷീശ്വരന്മാർക്ക് സ്ഥലകാലബോധം ഉണ്ടായിരുന്നില്ലേ? ഉണരാണ്ട് എങ്ങനെ എണീക്കുക? ഉത്തിഷ്ഠത, ആദ്യം ഉത്തിഷ്ഠ എന്നാണ് പറയണത്, എഴുന്നേക്കാനാണ് പറയണത്. ഉണരാണ്ട് എങ്ങനെ എഴുന്നേക്കുക? മഹർഷീശ്വരന്മാർ പറഞ്ഞതെന്നാ വിവേകാനന്ദ സ്വാമി തിരുത്തിയോ? ആദ്യം നിങ്ങൾ ഉണര്. എല്ലാവരും പറഞ്ഞു ഹിന്ദുക്കൾ ഉണരണം, ഉറങ്ങുകയാണ്, അവരെ ഉണർത്തണം എന്നാണ്. പക്ഷെ കഠോപനിഷത്തിലെ മഹർഷീശ്വരന്മാർ പറഞ്ഞതും വിവേകാനന്ദ സ്വാമി ഏറ്റു പറഞ്ഞത് നിങ്ങൾ ആദ്യം ഒന്ന് എണീക്കപ്പാന്ന്. ഉണരല് പിന്നെ മതി. ഇതെങ്ങനെയാണ് നടക്കുന്നത്? ഉറങ്ങുന്ന ആളെങ്ങനെയാണ് ആദ്യം എണീക്കുക? അപ്പം ഇവർക്കൊക്കെ വട്ടായിരുന്നു, അതോ വിവരം ഉണ്ടായിരുന്നില്ലേ ചിന്തിക്കാലത്ത്? കാരണം നമുക്കതൊക്കെ ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഏത് തെറ്റിനെയും ചോദ്യം ചെയ്യാം. അപ്പം ഇത് തെറ്റായിരുന്നു അന്ന് സംഭവിച്ചത്. നമ്മൾ രാവിലെയൊക്കെ എങ്ങനെ എണീക്കാറ്? ഉണർന്നിട്ടല്ലേ എഴുന്നേക്കാറ്? ഉണർന്നിട്ടാണ് നമ്മൾ എഴുന്നേക്കാറ്. പക്ഷെ എങ്ങനെ എഴുന്നേക്കാറ്? ഉണർന്നാൽ ഒറ്റയടിക്ക് എഴുന്നേക്കണവർ എത്ര പേരുണ്ട്? അലാറം ഒന്ന് അടിച്ചാൽ അല്ലേ, കുറച്ചു നേരം ഒന്നും കൂടി അടിക്കട്ടെ. അലാറം അടിച്ചപ്പോൾ നമ്മൾ ഉണർന്നു, സത്യമാണ്. ഒന്നും കൂടി അടിക്കട്ടെ അല്ലേ? അവസാനം ആർക്കോ വേണ്ടി അതിൻ്റെ മണ്ടയ്ക്ക് ഒരു തല്ല് കൊടുത്ത് ഒന്ന് ഇടത്തോട്ട് തിരിഞ്ഞ്, ഒന്ന് വലത്തോട്ട് തിരിഞ്ഞ്, ഒന്ന് മൂരി നിവർത്തി, ഒന്ന് കോട്ടുവായിട്ട് നമ്മൾ ആലസ്യത്തിലാണ്. ഉണർന്നതിന് ശേഷം എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ആലസ്യത്തിലാണ്. നമ്മളൊന്ന് വർക്കിംഗ് കണ്ടീഷൻ ആവണമെങ്കിൽ എങ്ങനെ ഒരു അരമണിക്കൂർ പോവും? കുട്ടികളെയൊക്കെ പിടിച്ച് നീപ്പിച്ച് കൊണ്ടുപോയിട്ട് പല്ല് തേക്കാതിരുത്താൻ എന്താ സംഭവിക്കുക? ബ്രഷും വായിൽ വെച്ച് അവരവിടെ ഇരിക്കും. അത് നീക്കണമെങ്കിൽ അടുത്ത ആജ്ഞ കിട്ടണം. അങ്ങോട്ട് നീക്കാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് നീക്കാൻ പിന്നെയും പറയണം. അല്ലെങ്കിൽ അവർ ഇരുന്നോടത്തിരുന്ന ആലസ്യത്തിൽ ആ മട്ടി എവിടെ ഇരുത്തിയോ അവിടെ ഇരുന്നിട്ടുണ്ടാവും. അതാണ് ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ ആലസ്യമാണ്. നേരെ മറിച്ച് അർദ്ധരാത്രി അസമയത്ത് അവിചാരിതമായ ഒരു ശബ്ദം കേട്ടു എന്ന് വിചാരിക്കാം. നല്ല ഉറക്കത്തിലാവും നമ്മൾ. പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കണം, നമ്മൾ ആദ്യം ചാടി എണീക്കുക ചെയ്യും. ഉറക്കം എവിടെയോ പോയി എന്നറിയില്ല. കോട്ടുവായില്ല, മൂരി നിവർത്തണ്ട, ചെരിഞ്ഞ് കിടക്കണ്ട, മറിഞ്ഞ് കിടക്കണ്ട, ഇരുന്നോടത്തിരിക്കില്ല. ഒരുമില്ല. ചാവാൻ ജീവല്യോത്താനാണെങ്കിൽ വടി എവിടെ, കൊട എവിടെ എന്ന് ചോദിച്ചാൽ ആരാ അവിടെ? ചിലപ്പോൾ വാഴങ്കൈ ആവും. വാഴങ്കൈയിനോട് ആരാ അവിടെ എന്നൊക്കെ ചോദിച്ച് ചാടുമ്പോൾ നമ്മൾ പ്രവർത്തന സജ്ജരായി. ആ സമയത്ത് അവിചാരിതമായി ശബ്ദം കേൾക്കണം. ഉറങ്ങുകയാണ് നമ്മൾ. ആ സമയത്താണ് ഈ ശബ്ദം കേൾക്കണം. അപ്പോൾ ഉണരാൻ സമയമില്ല. ആദ്യം എഴുന്നേൽക്കുന്നു, ഉറക്കം പമ്പ കിടന്നു. നേരെ മറിച്ച് ഉണർന്ന് എഴുന്നേൽക്കുമ്പോണ്ടല്ലോ ആ ഉറക്കം അങ്ങ് പോകില്ല. അതിൻ്റെ ആലസ്യം എങ്ങനെ വലിഞ്ഞ് നീങ്ങി കളയാൻ സമയമില്ലാത്തതുകൊണ്ട് തന്നെ ആ മഹർഷീശ്വരന്മാർ പറഞ്ഞ ആദ്യം എണീക്കുന്നു. കാരണം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അസമയത്ത് അവിചാരിതമായ ശബ്ദങ്ങളാണ്, കേൾക്കാൻ പാടില്ലാത്ത ശബ്ദങ്ങളാണ്, ആപത്തിൻ്റെ ധ്വനികളാണ്.
ചാടി എണീറ്റേ പറ്റൂ, ഉറക്കം പമ്പ കടന്നേ പറ്റൂ. ഇനി മൂരി നിവർത്താൻ സമയമില്ല, കൈയും കാലും കുടയാനും നിർത്തിയോർത്തിരിക്കാനും പിന്നെ നമുക്ക് എണീക്കേണ്ടി വരില്ല. അതുകൊണ്ട് തന്നെയാണ് കഠോപനിഷത്തിലെ മഹർഷീശ്വരന്മാർ പറഞ്ഞത്, നിങ്ങൾ എണീക്കപ്പ, ഉറക്കമൊക്കെ തന്നെ പൊക്കോളും, ഉണരാൻ കാത്തിരിക്കണ്ട. അപ്പം ഹിന്ദുക്കൾ ഉറങ്ങുകയാണെങ്കിൽ ചാടി എണീക്കുക, ഉണരാൻ കാത്തിരിക്കണ്ട, ഉറക്കം പമ്പ കടന്നോളും. ആ സമയത്ത് അവിചാരിതമായി അകാരണമായി അല്ലേ നമ്മൾ കേൾക്കുന്ന ശബ്ദം, അതാണ് നമ്മളെ ചാടി എഴുന്നേൽപ്പിക്കുന്നതെങ്കിൽ ഇപ്പം നമ്മളെ ഉണർത്തിയത്, നമ്മളെ എഴുന്നേൽപ്പിച്ചതും അത്തരത്തിലുള്ള ശബ്ദങ്ങളാണ്, അത്തരത്തിലുള്ള അനുഭവങ്ങളാണ്. ആ അനുഭവങ്ങളുടെ നിന്നാണ് നമ്മൾ ചാടി എഴുന്നേറ്റത്. അവിടെ നിന്നാണ് നമ്മൾ ഹിന്ദു ആരവിടെ എന്തവിടെ എന്നൊക്കെ ചോദിക്കുന്ന സമയമാണ് ഇപ്പോഴേ. ആരവിടെ എന്താവിടെ, കള്ളനാണോ മറ്റതാണോ മറിച്ചതാണോ എന്നൊക്കെ ചോദിച്ചാൽ ആ സമയമാണിപ്പോൾ. നമ്മൾ ഹിന്ദു എന്ന് പറഞ്ഞ് അങ്ങ് ചാടി എണീറ്റു. കാരണം ആ സമയത്തുള്ള ഉണരലാണ്, അത് അനുഭവം കൊണ്ട് ഉണർന്നതാണ്. ഇപ്പം ചിന്തിച്ചില്ലെങ്കിൽ പലതും നഷ്ടപ്പെടും, ജീവൻ വരെ പോവും. എന്താ വന്നതെന്ന് അറിയില്ലല്ലോ. ചില സ്ഥലത്ത് പുലി ഇറങ്ങുന്നുണ്ട്, ഇത്ര അതാണോ വന്നതെന്ന് ശരിയല്ലോ. ചില സമയത്ത് കള്ളനാകാം, എന്തും ആകാം. എന്തായാലും ഊർജം വേണം, പ്രവർത്തിക്കാനുള്ള ഊർജം വേണം, ആത്മവിശ്വാസം വേണം, കയ്യിൽ കിട്ടിയതെടുത്ത് ചാടാനുള്ള ധൈര്യം വേണം. ഇതൊരു അവസ്ഥയിലപ്പം നിൽക്കണം. കാരണമായി അസമയത്ത് അവിചാരിതമായി ചില ശബ്ദങ്ങളൊക്കെ പല ഭാഗങ്ങളിൽ നിന്നും കേൾക്കണു. ഇന്നലെ നിങ്ങൾ കേട്ടു ഒരു ശബ്ദം, മിനിഞ്ഞാന്നായിരുന്നു മിനിഞ്ഞാന്ന് മുഴക്കിയ ശബ്ദമാണ് ഇന്നലെയാണ് നമ്മളിലെത്തിയത്. നമ്മൾ ഞെട്ടി ചാടി നമ്മളെ എണീപ്പിച്ച ഒരു ശബ്ദമാണ്. കേരളത്തിലെ മഹാനായൊരു നേതാവ്, വലിയ വലിയ സ്ഥാനമൊക്കെ വഹിക്കുന്നു കേരളത്തിന് പുറത്ത്, മഹാനായൊരു നേതാവ് എന്ന് പറയുന്നത്. എനിക്ക് നിങ്ങൾക്കും പരിചയമുള്ള വക്കം പുരുഷോത്തമൻ, കോൺഗ്രസിൻ്റെ നേതാവാണ്, ഗവർണറാണ് അല്ലേ, ഒക്കെയാണ് വക്കം പുരുഷോത്തമൻ. പക്ഷെ അദ്ദേഹത്തിൻ്റെ പൊക്കം നമ്മൾ പളക്കുകയാണ്. ആ വക്കത്തിൻ്റെ പൊക്കമാണ് ഇന്നിപ്പോൾ നമ്മൾ അളക്കണത്. അദ്ദേഹം ഏതോ പള്ളിക്കാരുടെ എന്നാണ് പരിപാടിക്ക്, എനിക്കതിൻ്റെ പേരൊന്നും പറയാറില്ല, കാരണം ഞാൻ ഇത്തരം മറ്റേ മതവിഭാഗങ്ങളുള്ള സ്ഥലത്ത് നിന്നല്ല വരുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ പേരുകളൊന്നും എത്ര പഠിച്ചാലും പെട്ടെന്ന് അങ്ങ് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ എന്തോ പള്ളിക്കാരുടെ ഒരു പരിപാടിക്ക് പോയി. പള്ളിക്കാരുടെ പരിപാടിക്ക് എന്നാൽ പള്ളിയിലച്ഛനാവണം എന്നുള്ളതാണ് അങ്ങ് അവർ ധരിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാൻ വയ്യ. ഏതായാലും അവിടെ ചെന്നു അദ്ദേഹം കാര്യമായി സംസാരിച്ചു. ഒരു വേദിയെ പുകഴ്ത്തുന്നതൊക്കെ വേദിയുടെ മര്യാദയാണ്, അതുവരെയാകാം. അതിനുവേണ്ടി ആരെയെങ്കിലും ഇകഴ്ത്തണമായിരുന്നു. അദ്ദേഹം അവിടെ സംസാരിച്ചെന്താണെന്നറിയോ? കേരളം ലോകത്തിന് കൊടുത്ത ഏറ്റവും വലിയ സംഭാവന എന്ത് എന്ന് ചോദിച്ചാൽ അതൊരു പക്ഷേ ശ്രീനാരായണ ഗുരുദേവൻ എന്നായിരിക്കും നമുക്ക് ജാതി മതഭേദമന്യേ ഉത്തരം പറയാൻ സാധിക്കുക. ഒരു കാലഘട്ടത്തിൽ അല്ലേ കേരളത്തിലെ ഉച്ചനീചത്വങ്ങൾക്കെതിരെ കേരളീയ സമൂഹത്തെ ഒരുമിച്ച് എഴുന്നേൽപ്പിക്കാനും ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകാനൊക്കെ സാധിക്കുന്ന വിധത്തിൽ നമ്മെ ആത്മീയമായും ഭൗതികമായും ഉണർത്താൻ പരിശ്രമിച്ച ഗുരുദേവൻ, ജാതിക്കും മതത്തിനും അതീതമായി കേരളത്തിൻ്റെ സംഭാവനയാണ് നമുക്കറിയാം. പക്ഷെ വക്കത്തിനറിയാൻ വയ്യ ശ്രീനാരായണ ഗുരുദേവന്. അല്ല, അദ്ദേഹം നമ്മളെയൊക്കെ നന്നായി പഠിച്ചിട്ടുണ്ട് തോന്നുന്നു. അദ്ദേഹം അവിടെ പറഞ്ഞ എന്താ അറിയോ? ശ്രീനാരായണ ഗുരുദേവൻ പകർത്തിയത് യേശുദേവൻ്റെ മറ്റേ വചനങ്ങളെയാണ്. യേശുദേവൻ്റെ വചനങ്ങളെയാണ് ശ്രീനാരായണ ഗുരുദേവൻ പ്രാവർത്തികമാക്കിയത് എന്ന് കയ്യടിക്ക് വേണ്ടി വക്കം പറഞ്ഞപ്പോൾ വക്കത്തിൻ്റെ പൊക്കം നമ്മൾ അളന്നു. പക്ഷെ ചിന്തിക്കുക, ഇത് നമ്മൾ കേട്ട നമ്മളെ ചാടി എണീപ്പിക്കേണ്ട ഒരു സമയമല്ലേ? യേശുദേവൻ്റെ ഏത് വചനമാണ്? യേശുദേവൻ്റെ വചനങ്ങളൊക്കെ കേമാണ്, ഒന്നും കുഴപ്പമില്ല. പക്ഷെ യേശുദേവൻ്റെ ഏത് വചനം എങ്ങനെ എവിടെ വെച്ച് ശ്രീനാരായണ ഗുരുദേവൻ പ്രാവർത്തികമാക്കി? അതാണത്ര ഗുരുദേവൻ പകർത്തിയത്. ഗുരുദേവൻ പകർത്തിയത് യേശുവിൻ്റെ മാർഗമാണ് പകർത്തിയത് എന്നാണ് അദ്ദേഹം ഒരു മടിയും കൂടാതെ അവിടെ പറഞ്ഞത്. മാതൃഭൂമി പത്രം തെക്കൻ ജില്ലകളിൽ വന്ന എല്ലാ മാതൃഭൂമി പത്രങ്ങളിലെയും ഫ്രണ്ട് പേജിൽ അത് വാർത്ത കൊടുത്തിട്ടുണ്ട്. വടക്കോട്ട് പോന്നപ്പോൾ അത് കുറച്ച് കുറഞ്ഞ് ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ വളരെ കാര്യമായി ഫ്രണ്ട് പേജിൽ എല്ലാ എഡിഷനിലും അത് കൊടുത്തിട്ടുണ്ട് ആ വാർത്ത. യേശുദേവൻ്റെ വചനങ്ങളാണ് അല്ലെങ്കിൽ യേശുദേവൻ്റെ മാർഗമാണ് ശ്രീനാരായണ ഗുരുദേവൻ പകർത്തിയത് എന്ന് അല്പം പോലും നാണമില്ലാതെ അദ്ദേഹം അവിടെ നിന്ന് പ്രഖ്യാപിച്ചു. ഏത് വചനങ്ങൾ? മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് യേശുദേവൻ്റെ വചനം തന്നെയാണ്. പക്ഷെ വേർഡ് ഓർഡർ ഒന്ന് മാറി, വാക്കുകളുടെ ക്രമം ഒന്ന് മാറി. മതമേതായാലും മനുഷ്യൻ നന്നാവാൻ ഗുരുദേവൻ പറഞ്ഞു, പക്ഷെ യേശുദേവൻ പറഞ്ഞത് മനുഷ്യൻ എങ്ങനത്തെ ആയാലും വേണ്ടില്ല, മതം എൻ്റേതായാൽ മതി. മനുഷ്യൻ എന്തായാലും വേണ്ടില്ല, മതം എൻ്റേതായാൽ മതി. ശ്രീനാരായണ ഗുരുദേവൻ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറഞ്ഞു, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. അപ്പോൾ ഇതാണോ വക്കം പറഞ്ഞത്? യേശുദേവൻ്റെ വചനങ്ങളാണ് ഗുരുദേവൻ പ്രാവർത്തികമാക്കിയത് എന്നുള്ളത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു. യേശുവും ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തത് ഒരു ജാതി, ഒരു മതം, അത് ക്രിസ്തു മതം, ഒരു ദൈവം, അത് കർത്താവ്. ആ ഒരു ഭാഷയിൽ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എവിടെ നിന്ന് കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ നമ്മുടെ ആചാര്യന്മാരെ പോലും അപമാനിക്കാൻ നമ്മുടെ നേതാക്കൾ വളർന്നു വരുമ്പോൾ
ആ സമയത്ത് അകാരണമായി കേട്ട ശബ്ദം തന്നെയാണ്, ഉണരാൻ നേരമില്ല, നമുക്കങ്ങ് ചാടി എഴുന്നേക്കാന്നാണ്. ഉണരാൻ നേരമില്ല, നമുക്കങ്ങ് ചാടി എഴുന്നേറ്റേ മതിയാകുള്ളൂ. അദ്ദേഹത്തിൻ്റെ വിവരം പിന്നീട് നമ്മളെ മാതിരി തന്നെ. അദ്ദേഹം ചരിത്രമൊക്കെ അരച്ച് കലക്കി കുടിച്ച ആളാണ് വക്കം. അതിൻ്റെ ഇതാണ് ആദ്യം യേശുദേവനും ശ്രീനാരായണ ഗുരുദേവൻ്റെ ശിഷ്യനാക്കി, യേശുദേവൻ്റെ ശിഷ്യനാക്കി ശ്രീനാരായണ ഗുരുദേവനെ മാറ്റി. അടുത്ത ഘട്ടം വരുന്നു, മറ്റേ ക്ഷേത്രപ്രവേശന വിളംബരം ഒരു മഹാരാജാവിൻ്റെ സംഭാവനയല്ലാന്ന്. അതിനും കാരണം ക്രിസ്ത്യാനികളാണത്രേ. ക്ഷേത്രപ്രവേശന വിളംബരത്തിനും കാരണം ക്രിസ്ത്യാനികളാണ്. അതും പറഞ്ഞ് അദ്ദേഹം കയ്യടി മേടിച്ചു അവിടെ നിന്ന്. ഇവരൊക്കെ നമ്മുടെ നേതാക്കളാണ്, നമ്മെ നയിക്കാൻ നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുന്ന നേതാക്കൾ. അപ്പോൾ കുഴപ്പം നമ്മളിലാണ് കിടക്കുന്നത്. ഒരു നേതാവും ആകാശത്തുനിന്ന് നൂല് കെട്ടി ഇറങ്ങില്ല. നേതാക്കൾ താഴെ തട്ടുന്ന മേപ്പോട്ട് പോകുക. നമ്മുടെ ജൈവിളികൾ, നമ്മുടെ ആരവം, നമ്മൾ കൊടുക്കുന്ന വോട്ട്. കണ്ടവനെ അപ്പാന്ന് വിളിക്കുക എന്നുള്ളൊരു പാരമ്പര്യം ഉണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് വിളിച്ചോട്ടെ, കാര്യസാധ്യത്തിന് വേണ്ടി അപ്പ കണ്ടവനെ അപ്പാന്ന് വിളിച്ചോട്ടെ, കുഴപ്പമില്ല. പക്ഷെ അതിനെന്തിന് ലോകം ആരാധിക്കുന്ന ആചാര്യന്മാരെ അപമാനിക്കാൻ ശ്രമിക്കുന്നു? ലോകത്തെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ എന്നെന്നും സുവർണലിപികളിൽ രേഖപ്പെടുത്തുന്ന ഭരണാധികാരികളുടെ മണ്ടയ്ക്ക് കയറുന്നു. ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തെയൊക്കെ പറ്റി അദ്ദേഹം മറ്റേ പള്ളിവേദിയിൽ പോയി പറയുന്ന വർഷം എന്ന് പറഞ്ഞാൽ ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ 75ാം വാർഷികം ആഘോഷിക്കുന്ന വേളയാണ്. ആ സമയത്താണ് അദ്ദേഹം അവിടെ പോയി ഇത് പറഞ്ഞത്. അപ്പോൾ പെട്ടെന്നങ്ങ് വായിൽ വന്നത് വിളിച്ചു പറഞ്ഞതല്ല, അദ്ദേഹം പ്ലാൻഡാണ്. എന്ത് പറയണമെന്ന് ചിന്തിച്ചുറപ്പിച്ച് തന്നെ പോയിക്കൊണ്ട് അവിടെ പറഞ്ഞ വാചകങ്ങളാണ്. അല്ലാതെ വേദി കണ്ടപ്പോൾ കയ്യടിക്ക് വേണ്ടി വായി തോന്നിയത് അല്ല. അത് നമുക്ക് പരിചയം ഉണ്ടാകും. അതൊരു പക്ഷേ ഏറ്റവും കൂടുതൽ കേരളം ചിന്തിച്ച സ്ഥലമാണ് തൊടുപുഴ എന്നുള്ളത് കൊണ്ട് തന്നെ വേദി കാണുമ്പോൾ അങ്ങ് മറന്ന് ചിലപ്പോൾ പലതും പറഞ്ഞു പോകുന്നു. അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്നുള്ളത് ഏറെ ചർച്ച ചെയ്ത് കേരളം തൊടുപുഴയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. അങ്ങനെ ഒരു വേദി കണ്ടപ്പോൾ വായി തോന്നിയത് വിളിച്ചു പറഞ്ഞതല്ല ഇത്. അദ്ദേഹം പ്ലാൻഡാണ്. കാരണം ഇത് 75ാം വാർഷികം ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ ആഘോഷിക്കുന്നു. മാത്രമല്ല കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ആ 75ാം വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് കേരളീയ നവോത്ഥാനം ലക്ഷ്യമാക്കിയ ഒരു രഥപ്രയാണം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നവംബർ 12-ന് മറ്റേ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ നവംബർ 12-ന് തിരുവനന്തപുരം എത്തത്തക്ക വിധത്തിലുള്ള ഒരു പരിപാടി ആസൂത്രണം ചെയ്ത്, ഒരു രഥയാത്ര ആസൂത്രണം ചെയ്ത് നടക്കുന്ന ഈ വേളയിൽ തന്നെ അവിടെ അദ്ദേഹം അതോടെ പോയി പറഞ്ഞത് അദ്ദേഹത്തിന് നാക്കുപിഴ പറ്റിയതല്ല, കയ്യടി കിട്ടാൻ വേണ്ടി പറഞ്ഞതല്ല, വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് വളരെ വെൽ പ്ലാൻഡ് ആയിട്ട് അദ്ദേഹം പറഞ്ഞതാണ്. ഇത്തരത്തിലുള്ള ശബ്ദങ്ങളാണ് നമ്മളെ എഴുന്നേൽപ്പിക്കുന്നത്, പ്രവർത്തന സജ്ജരാക്കുന്നത്. അതിനും ഒരു മാസം മുൻപായിരുന്നു ഇതിന് തുല്യമായി തന്നെ എറണാകുളം ജില്ലയിൽ നിന്ന് നമ്മൾ കേട്ടത് ഗുരുദേവൻ്റെ മറ്റേ സമാധി ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ നീക്കുപോക്ക്, പരിപാടിയുടെ ഒരു ചെറിയ നീക്കുപോക്ക് DCC പ്രസിഡന്റുമായി സംസാരിച്ച സമയത്ത് SNDPയുടെ ആ സംസാരിച്ച നേതൃത്വത്തിന് കേട്ടത് ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും SNDPക്ക് മാത്രമല്ല നാടിനൊരിക്കലും മറക്കാൻ കഴിയാത്ത വാചകങ്ങളാണ് എറണാകുളം DCC പ്രസിഡന്റിൻ്റെ ഭാഗത്തുനിന്ന് കേട്ടത്. ഈ പരിപാടി ഒന്നും അല്പം മാറ്റി വെച്ചൂടെ ഈ സമാധി ദിന പരിപാടികൾക്ക് വേണ്ടി എന്ന് ചോദിച്ചപ്പോൾ അവിടെ കിട്ടിയ ഉത്തരം ചത്തിട്ട് 100 കൊല്ലം കഴിഞ്ഞില്ലേ ഇനിയും കരഞ്ഞു തീർന്നില്ലേ എന്നാണ്. ചത്തിട്ട് 100 കൊല്ലം കഴിഞ്ഞില്ലേ ഇനിയും കരഞ്ഞു തീർന്നില്ലേ എന്ന് ഒരു രാഷ്ട്രീയക്കാരൻ എത്രയാലും അഭിനയിക്കുന്നവനാണ്. അറിയാലോ, ചില സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, അപ്പിയിട്ട കുട്ടിയൊക്കെ പോയി കൈകൊണ്ടെടുക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ. കാരണം അവർ അഭിനയിക്കുന്നവർ, അവർക്ക് വോട്ട് കിട്ടണം. അതിനവർ എന്ത് വേഷം കെട്ട് വീട്ടിൽ ചെന്ന് ഡെറ്റോൾ ഇട്ട് കുളിച്ചാലും വേണ്ടിയില്ല, അവരെല്ലാം ആ വേഷം കെട്ട് പോലും മറന്നിട്ട് അദ്ദേഹം കാരണം അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ മറ്റു ചില ആശയങ്ങളായിരിക്കാം അദ്ദേഹത്തെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ എഴുന്നേൽക്കേണ്ട സമയം. ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവര, നിബോധത. ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കാൻ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സ്പീഡ് കൂട്ടിക്കൊണ്ട് നടന്നാൽ മാത്രമേ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കാൻ സാധിക്കൂ. ലക്ഷ്യത്തിലേക്ക് നടന്നെടുത്തില്ലെങ്കിൽ ലക്ഷ്യത്തിലെത്തില്ല എന്ന് മാത്രമല്ല നമ്മളില്ല എന്നുള്ളിടത്തൊക്കെയാണ് ഇന്ന് ചുറ്റുമുള്ള ഇത്തരം അനുഭവങ്ങൾ. എവിടെ കണ്ട് നമ്മൾ ഉറങ്ങണം, എവിടെ കണ്ട് നമ്മൾ മയങ്ങണം, ഏതനുഭവത്തിൽ നിന്ന്? ആചാര്യന്മാരുടെ കഥയാണ് ഈ പറഞ്ഞത്. ഇത് മാത്രമല്ല ആചാര്യന്മാരുടെ കഥ, ഇത് മാത്രമല്ല ലോകം ആരാധിക്കുന്ന ജഗദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവി, മാതൃ നിർവിശേഷമായ സ്നേഹം നൽകിക്കൊണ്ട് ലോകത്തെ തൻ്റെ മാറോട് ചേർത്ത് പിടിക്കുന്ന അമ്മയുടെ തിരുസന്നിധിയിൽ 2 മാസങ്ങൾക്ക് മുമ്പുണ്ടായ ദുരന്തവും നമ്മൾ പത്രമാധ്യമങ്ങളിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ടാകും. അമ്മ ദർശനം കൊടുക്കുന്ന സമയത്ത് വേദിയിൽ വളരെ പുറകിൽ നിന്ന് അരോഗ ദൃഢഗാത്രനായൊരു ചെറുപ്പക്കാരൻ നെഞ്ചൊക്കെ വിരിച്ച് മുന്നിലേക്ക് ഓടി വരുന്നു. നമ്മൾ TV-യിലൊക്കെ കണ്ടതാണത്. ഓടി വരുന്നു, അമ്മയുടെ വേദിയിലേക്ക് ചാടിക്കയറുന്നു.
ഇയാൾ ഉറക്കെ അവിടുന്ന് പുറകെ നിന്ന് വരുമ്പോഴേ ഉറക്കെ അയാൾ മറ്റേ ആക്രോശിച്ചു കൊണ്ടുവരുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഖുർആൻ വചനങ്ങൾ ഉറക്കെ ഉരുവിട്ടുകൊണ്ടാണ് വേദിയിലേക്ക് ചാടിക്കയറുന്നത്. അമ്മയെ അപായപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് വേദിയിലേക്ക് ചാടിക്കയറിയിരിക്കുന്നത്. അവിടെ വന്നു ഒരു ചില എന്താണെന്ന് പറഞ്ഞ സീനൊക്കെ ഉണ്ടാക്കി മുണ്ടഴിച്ചിട്ടു വല്ലാത്തൊരു പരുവത്തിലൊക്കെയായിരുന്നു അദ്ദേഹം അവിടെ കയറിയത്. ഉടനെ അമ്മയുടെ ഭക്തർ ഇയാളെ വലയം ചെയ്തു, അവിടെയുള്ള പോലീസിന് കൈമാറുകയും ചെയ്തു. ജീപ്പിലേക്ക് കയറ്റുന്നത് നമ്മളൊക്കെ കണ്ടു. പോലീസുകാർ ജീപ്പിലേക്ക് കയറ്റുമ്പോൾ നെഞ്ച് വിരിച്ചിട്ടാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് മാധ്യമങ്ങളോട് ഇങ്ങനെ മറ്റേ ക്യാമറയിലേക്ക് നോക്കി ഇങ്ങനെ അലറുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വേറെ ഒന്നും പറയുന്നില്ല. അതും പറഞ്ഞുകൊണ്ടാണ്. സാധാരണ നമുക്കറിയാം ജീപ്പിലേക്കൊക്കെ കയറ്റുമ്പോൾ ചില നാടൻ രീതിയൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഒരു തട്ടോ ഒരു ചവിട്ടമൊക്കെ കൊടുത്തിട്ടാണ് ജീപ്പിൽ കയറ്റത്. ഒന്നും വേണ്ടി വന്നില്ല. ജീപ്പിൻ്റെ ഡോറ് തുറന്നപ്പോൾ അവൻ തന്നെ ചാടിക്കയറിയിരിക്കുന്നു. അവൻ്റെ മേൽ ഒരു പരിക്കുമില്ല, യാതൊന്നുമില്ല. അത് അവിടെ കഴിഞ്ഞില്ല. 4-ാം ദിവസം ഇദ്ദേഹം പേരൂർക്കട മാനസിക രോഗ ആശുപത്രിയിൽ വെച്ച് ദുരൂഹമായ സാഹചര്യത്തിൽ മരിക്കുന്നു. ദേഹത്ത് മുഴുവൻ പരിക്കുകളോടുകൂടിയാണ് ആ ശവം നമ്മൾ കാണുന്നത്. അദ്ദേഹം മരിക്കുന്നു. അത് കേരളം ഏറെ ചർച്ച ചെയ്തു. പക്ഷെ ഇവിടെ നമ്മൾ ചിന്തിക്കുക, എങ്ങനെയാണ് ചർച്ച ചെയ്തത്? കേരളം ഏറെ ചർച്ച ചെയ്തു. സത്യനം സിംഗ് എന്ന ബീഹാറുകാരനായ യുവാവാണ് ഈ സംഭവത്തിലെ കഥാനായകൻ. ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം, സത്യനം സിംഗിൻ്റെ വിഷയം കേരളം ചർച്ച ചെയ്തു. എങ്ങനെ? അദ്ദേഹത്തിൻ്റെ കൊലപാതകത്തിൽ അമൃതാനന്ദമയി മഠത്തിനുള്ള പങ്ക് അന്വേഷിക്കണം. കരുനാഗപ്പള്ളിയിൽ ചില ഇസ്ലാമിക സംഘടനകൾ മീറ്റിംഗ് നടത്തി, സമരപ്രഖ്യാപനം നടത്തി. SDPI പോലുള്ള സംഘടനകൾ 4-3-7 ആളെ ഉണ്ടായിരുന്നുള്ളൂ, പോട്ടെപ്പ. എന്നാലും അത് സൂചനയാണ് നമുക്ക്. അവരവിടെ സമ്മേളനം നടത്തി സമരം പ്രഖ്യാപിച്ചു. വിജയിക്കുന്നത് വരെ അവർ സമരത്തിനുണ്ടെന്നാണ്. അമൃതാനന്ദമയി മഠത്തിൽ ഇതിനുള്ള പങ്ക് അന്വേഷിച്ചേ മതിയാകുള്ളൂ. അതിനവർ പറഞ്ഞ കാരണമുണ്ട്. മനുഷ്യ സ്നേഹത്തിൻ്റെ മഹാപ്രവാചകൻ്റെ ശിഷ്യന്മാർക്ക് ഇതൊന്നും കണ്ടിട്ട് വെറുതെ ഇരിക്കാൻ പറ്റില്ല അത്ര. മനുഷ്യ സ്നേഹത്തിൻ്റെ മഹാപ്രവാചകൻ്റെ ശിഷ്യന്മാർ അങ്ങനെ റോട്ടിലിറങ്ങി സത്യനം സിംഗിൻ്റെ ജീവന് വേണ്ടിയിട്ട് അമൃതാനന്ദമയി മഠത്തിൻ്റെ പങ്ക് അന്വേഷിക്കണം എന്ന് പറഞ്ഞു. അവിടെ അമൃതാനന്ദമയി മഠത്തിൻ്റെ പങ്ക് അന്വേഷിക്കണം എന്നുള്ള അഭിപ്രായക്കാരി തന്നെയാണ് ഞാൻ. കാരണം എന്തുകൊണ്ട്? അമ്മയുടെ ഭക്തർ മാത്രം തിങ്ങി നിറഞ്ഞൊരു വേദിയിൽ അമ്മയെ അപായപ്പെടുത്താൻ ഒരുത്തൻ ഓടി വന്നിട്ട് അയാൾ 4 ദിവസം ജീവിച്ചില്ലേ? ഒരു പോറലും പട്ടാതെ അവിടുന്ന് പോയില്ലേ? അത് അന്വേഷിക്കേണ്ടതാ. അത് അമ്മയുടെ ശക്തിയാണ്. നമ്മളൊക്കെ പച്ചയായ മനുഷ്യരാണ്. നമ്മുടെ അമ്മയെ പിടിക്കാൻ ഒരുത്തൻ ഓടി വന്നാൽ കൈ ധരിക്കാത്തവരാരതിൻ്റെ ഉള്ളിലുള്ളത്? നമ്മളെ കാണാൻ നമ്മുടെ അമ്മയെ പിടിക്കാൻ ഒരുത്തൻ